ആധുനിക ശാസ്ത്രം ഖുർആനിന് നൽകുന്ന കയ്യൊപ്പ് എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് പ്രൊഫസർ എൻ വി അബ്ദുറഹ്മാൻ സാഹിബ് നമ്മെ സംസാരിക്കുന്നു. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് AP അസ്ലം ഹോളി ഖുർആൻ അവാർഡ് 2024 എന്ന പേരിൽ മഹാനായിരുന്ന AP അസ്ലം സാഹിബിൻ്റെ സഹോദരന്മാരും ബന്ധുക്കളും സഹോദരിമാരും എല്ലാവരും കൂടി ഒരുക്കി വച്ചിരിക്കുന്നത്. ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ സഹോദരന്മാരായ അബ്ദുസ്സലാം ഓങ്ങം, MM അക്ബർ, മൂസ സലാഹി, അതുപോലെ അനേകം ഈ രംഗത്തുള്ള പ്രവർത്തകർ അനേക ദിവസങ്ങൾ ഉറക്കമൊഴിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിതൊരു പരിസമാപ്തിയിലേക്ക് എത്താൻ സാധിച്ചത്. അള്ളാഹു ഇവർക്ക് എല്ലാവർക്കും മഹത്തായ പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എനിക്കിവിടെ അനുവദിച്ചിരിക്കുന്ന വിഷയം ആധുനിക ശാസ്ത്രം ഖുർആനിന് നൽകുന്ന കയ്യൊപ്പ് എന്നുള്ളതാണ്. നമ്മളെ ഒരുപാട് നേരം ഒരുപാട് ആയത്തുകൾ, വിഷയങ്ങൾ സംസാരിക്കേണ്ട ഒരു വിഷയമാണിത്. അപ്പോൾ ഞാൻ ഇവിടെ ഈ സന്ദർഭത്തിൽ ഒരു കാര്യം മാത്രമേ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് യുവാക്കളും യുവതികളുമായ ആൾക്കാർക്ക് ചിന്തിക്കാൻ ഉതകുന്ന രീതിയിലുള്ളൊരു വിഷയമാണ്. പരിശുദ്ധ ഖുർആൻ എവിടെ നിൽക്കുന്നു, ശാസ്ത്രം എവിടെ നിൽക്കുന്നു എന്നുള്ളതിനാണ്. പക്ഷേ സങ്കടകരമായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈയിടെ അടുത്തായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ശത്രുക്കളായ ഒരാൾ ഖുർആനിലുള്ള ഒരു കാര്യം അത് പുതുതായിട്ട് കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു, ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കാതെ നമ്മുടെ ആൾക്കാർ അത് ഏറ്റുപറയുകയും മറ്റും ചെയ്യും. ഒരിക്കൽ ഒരു സംഗതി ഖുർആനിൽ വന്നൊരു കാര്യം സത്യമാണെന്ന് പറഞ്ഞ് ഞാൻ പരിശോധിച്ച് നോക്കി. പാരീസിലെ ഒരു ശാസ്ത്രജ്ഞൻ്റെ പേര് പറയണം. ആ ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഗൂഗിളിലാണ് ഈ പറയുന്നതെങ്കിലും ഗൂഗിളിൽ തന്നെ പോയാൽ നമുക്ക് ഇയാൾ ഈ ശാസ്ത്രജ്ഞൻ ആരാ നമുക്ക് നോക്കാൻ പറ്റും. വിക്കിപീഡിയയിൽ പോയാൽ അങ്ങനെ നോക്കുമ്പോൾ ആരാണ് അയാൾ? അവിടുത്തെ വലിയൊരു ഗായകനാണ്, ശാസ്ത്രമായിട്ടൊരു ബന്ധവുമില്ല. അയാൾ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ ആൾക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ. കാരണം ഒരാൾ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു ഈ ഒരു പ്രസ്താവന വെച്ചുകൊണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ സൂക്ഷിക്കണം. നമ്മൾ ശരിക്കും പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ നമ്മൾ പുറത്തു വിടാൻ പാടുള്ളൂ. കാരണം നമ്മളെ പരിഹസിക്കാൻ വേണ്ടി അതിന് മാത്രം കച്ചകെട്ടി ഇറങ്ങുന്ന പ്രത്യേകിച്ച് ജൂതന്മാർ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ പുറത്തു വിടുന്നുണ്ട്. ഇവിടെ ഞാൻ പലപ്പോഴും പലരും ഖുർആനും ശാസ്ത്രവും ബന്ധപ്പെടുത്തിയിട്ട് പരിശുദ്ധ ഖുർആനിലുള്ളൊരു കാര്യം ഖുർആൻ സത്യപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് പറയാനാണ് അധികം സമയം പലരും ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം 1400 വർഷങ്ങൾക്ക് കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഉയർത്തിയ ഒരു വെല്ലുവിളി ഇന്നും ശാസ്ത്രം അതിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത്. സാധാരണക്കാരായ അറബികളോട് പരിശുദ്ധ ഖുർആൻ ഉയർത്തിയ ഈ വെല്ലുവിളി ഇന്നും ആധുനിക ശാസ്ത്രം ഇത്രയും പുരോഗമിച്ചിട്ടും അതിനവർക്ക് ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരവസ്ഥ. നമ്മളെല്ലാവരും എപ്പോഴും വായിക്കുന്ന സൂറത്തുൽ മുൽക്കിലെ 3-ാമത്തെയും 4-ാമത്തെയും വചനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലദീ ഖലഖ സബ്അ സമാവാതിൻ തിബാകൻ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്തിൻ ഫർജിഇൽ ബസർ ഹൽ തറാ മിൻ ഫുതൂർ.
അല്ലദീ ഖലഖ സബഅ സമാവാത്തിൻ തിബാക്കൻ, 7 ആകാശങ്ങൾ അടുക്കുകളായിട്ട് സൃഷ്ടിച്ചവൻ. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്തിൻ, പരമകാരുണ്യന്റെ ഈ സൃഷ്ടിപ്പിൽ ഒരു അനുപാതമില്ലായ്മ, ഒരു ഡിസ്പ്രപ്പോർഷൻ നിങ്ങൾ കാണുകയില്ല. ഫർജിൽ ബസറ, നിന്റെ ദൃഷ്ടി വീണ്ടും നോക്ക്. ഹൽ തറാ മിൻ ഫുതൂർ, എന്തെങ്കിലും ഇടവ് അവിടെ കാണുന്നുണ്ടോ? ആകാശ നിരീക്ഷണം നടത്താൻ പറഞ്ഞ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാധാരണക്കാരനായ അറബിയോട് പറഞ്ഞ വാക്കുകളല്ല ഇത്. ഇന്നും പ്രസക്തമായിട്ട് തുടരുന്ന ഒരു വാക്യമാണ്, വെല്ലുവിളിയായിട്ട് ഇപ്പോഴും നിലനിൽക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവിന് ഈ പ്രപഞ്ചം സൃഷ്ടിച്ച മനുഷ്യർക്ക് വേണ്ടി ഒരു ചെറിയ ചുറ്റളവുള്ള ഒരു സാധനം മതിയായിരുന്നല്ലോ. നമ്മൾ നോക്കിയാലും തീരാത്ത ഇത്ര വിശാലമായ പ്രപഞ്ചം സൃഷ്ടിച്ചത് എന്തിനാണ്? അപ്പോഴേ ഈ പഠിക്കുന്ന ശാസ്ത്രജ്ഞനും അള്ളാഹു എന്താണ്, അള്ളാഹുവിൻ്റെ മഹത്വം എന്താണെന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ. പിന്നെ അതിൻ്റെ 4-ാമത്തെ ആയത്ത് നോക്ക്. സുമ്മർജിൽ ബസറ കറത്തൈനി, പിന്നെ നിങ്ങളുടെ ദൃഷ്ടികൾ വീണ്ടും വീണ്ടും മടക്കുക, 2 പ്രാവശ്യം എന്നാ. യൻകലിബു ഇലൈക അൽ ബസറു, ആ ദൃഷ്ടിയുണ്ടല്ലോ, ആ നോട്ടം, അത് നിന്നിലേക്ക് തിരിച്ചു വരും. ഖാസിഅൻ, എന്തായിക്കൊണ്ട്? നിന്ദ്യനായിക്കൊണ്ട്. അതായത് യാതൊരു അപാകതയും അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൽ കണ്ടെത്താൻ പറ്റുന്നില്ല, തിരിച്ചു വരും. ബഹുവ ഹസീർ, അതാകട്ടെ ക്ഷീണിച്ചതുമായിരിക്കും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 1400 വർഷങ്ങൾക്ക് മുമ്പ് ആകാശ നിരീക്ഷണം നടത്തിയിരുന്ന സാധാരണക്കാരനായ അറബികളുടെ ദൃഷ്ടികൾ അന്ന് ക്ഷീണിച്ച് മടങ്ങി വന്നിട്ടുണ്ടാവും. പിന്നീട് എന്തായി? കുറേ വർഷങ്ങൾ കഴിഞ്ഞു, 1000-ഓളം വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് എന്തുണ്ടായത്? ഈ ഓപ്റ്റിക്കൽ ടെലസ്കോപ്പ്. നമ്മളൊക്കെ ഗലീലിയെ പറ്റി നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഓപ്റ്റിക്കൽ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞാൽ മാഗ്നിഫയിങ് ഗ്ലാസ് ഉപയോഗിച്ചുള്ള ടെലസ്കോപ്പുകൾ കണ്ടെത്തി. അങ്ങനെ വാനനിരീക്ഷണം നടത്താൻ ആരംഭിച്ചു. വാനനിരീക്ഷണം നടത്തി എന്തുണ്ടായി? പിന്നെയും ഈ പ്രപഞ്ചം നീണ്ടു കിടക്കുകയാണ്, ഒരു നിലക്കും അതിൻ്റെ അറ്റത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല. അപ്പം ഇനി എന്തുണ്ട് മാർഗം? ഈ ഓപ്റ്റിക്കൽ ടെലസ്കോപ്പ് എന്തായി നിറങ്ങൾ? യൻകലിബു ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ, ഓപ്റ്റിക്കൽ ടെലസ്കോപ്പ് മടങ്ങി എന്തായിക്കൊണ്ട്? നിന്ദ്യനായിക്കൊണ്ട് മടങ്ങി. വഹുവ ഹസീർ, അത് ക്ഷീണിച്ചു. കാരണം അതിന് പിന്നെ എന്തായി? ഇതിൻ്റെ അറ്റം കണ്ടെത്താൻ സാധിക്കുന്നില്ല. പിന്നെ എന്തുണ്ടായി? 1931 കാൾ ജാൻസ്കി എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ റേഡിയോ ടെലസ്കോപ്പ് കണ്ടുപിടിക്കുകയാണ്. റേഡിയോ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞ സാധനം ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ കാണാൻ കഴിയുന്ന പ്രകാശമല്ല ഉപയോഗിക്കുന്നത്, മറ്റു തരത്തിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിലാണ് ഈ സാധനം പിന്നെ കാണുക. അത്തരം ടെലസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഈ ലോകത്തെ വീക്ഷിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്തുണ്ടായി? യൻകലിബു ഇലൈക്കൽ ബസറു ഖാസിഅൻ വഹുവ ഹസീർ, അതും മടങ്ങി, അതും പൂട്ടിവെച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ഡിസ്റ്റൻസ് എത്രയാണ് ശരിക്ക്? ഈ പ്രപഞ്ചം പരന്നു കിടക്കുന്ന ആ ഡിസ്റ്റൻസ് എത്രയാണ്? ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന മിൽക്കി വേ എന്ന് പറഞ്ഞ ഈ നക്ഷത്ര കുടുംബം, അതിനകത്തെ ഒരു നക്ഷത്രമാണ് സൂര്യൻ. അതിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന അനേകം ഗോളങ്ങളിൽ ഒന്നാണ് ഭൂമി. ഈ നക്ഷത്രം ഉൾക്കൊള്ളുന്ന മിൽക്കി വേയിൽ മാത്രം 10,000 കോടിയുടെയും 20,000 കോടിയുടെയും ഇടയ്ക്ക് നക്ഷത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അത്തരം മിൽക്കി വേ ആയിട്ട് നക്ഷത്ര കുടുംബങ്ങൾ എത്ര ഉണ്ട്? ഇപ്പോഴും മുഴുവനായിട്ട് എണ്ണിക്കണക്കാക്കാൻ പറ്റിയില്ല. ഇത് നോക്കുക, ഈ ആയത്ത് തന്നെ സമാ ദുന്യ, അതിനെ ഞാൻ അതിലേക്ക് വിശദത്തിലേക്ക് കടക്കുന്നില്ല, നക്ഷത്രങ്ങളാകുന്ന വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചു എന്ന് പറയുന്നുണ്ട്. അത് ഏത് ആകാശത്തെ പറ്റിയാണ് ഈ പരിവേഷണമൊക്കെ നടത്തുന്നത്? നമ്മൾ 1-ാം ആകാശം
എന്ന് പറയുന്ന ഇതിനെപ്പറ്റിയാണ് ഈ പര്യവേഷണമൊക്കെ നടത്തുന്നത്. ഇനി അതിൻ്റെ അതിർത്തി കണ്ടുപിടിക്കാൻ പറ്റൂല എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങൾ നോക്കിക്കോളൂ, അതെങ്ങനെയായാലും നിങ്ങളുടെ ദൃഷ്ടി നിരാശരായിട്ട് മടങ്ങി വരും എന്നുള്ളതാണ്. ഇനി എന്താണ് അതിൻ്റെ അപ്പുറത്തേക്കുള്ളത്? രണ്ടാം ആകാശമുണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, 7 ഉണ്ട്. അതിലേക്ക് കടക്കാൻ പോയിട്ട് അതിൻ്റെ സമീപത്ത് പോലും എത്താൻ നമുക്ക് സാധിക്കൂല. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ഇങ്ങനെ ഒരു വെല്ലുവിളി ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അങ്ങനെ ഒരു വെല്ലുവിളി നടത്താൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല. ഇങ്ങനെ ഒരു വെല്ലുവിളി നടത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. ഇപ്പോൾ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിൻ്റെ കലാമാണ് എന്നുള്ളതിന് ഇതിനപ്പുറം വേറെന്താ തെളിവ് വേണ്ടത്? ഈ ഒരൊറ്റ തെളിവ് പോലെ അനേകം തെളിവുകൾ നമുക്ക് പരിശുദ്ധ ഖുർആനിന് നമുക്ക് എടുത്തുദ്ധരിക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ നോക്ക്, നമ്മൾ എന്താണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, പ്രകാശവേഗത്തിൽ സഞ്ചരിച്ചാൽ എത്താൻ പറ്റാത്ത ദൂരത്തെ പറ്റിയാണ് ഈ പറയുന്നത്. പ്രകാശവേഗം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. ഇവിടുന്ന് ചന്ദ്രനിലെത്താൻ 1 സെക്കൻഡ് മതി. നമുക്കറിയാം, നമ്മൾ റോക്കറ്റ് അയച്ചിട്ട് എത്ര ദിവസം കൊണ്ടാണ് ചന്ദ്രനിലെത്തിയെന്നുള്ളത്. ഇത് 1 എന്നെണ്ണുമ്പോഴേക്ക് ചന്ദ്രനിലെത്തുന്ന വേഗതയിൽ പോയാൽ 1 വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്ര അറിയാമെങ്കിൽ 10 ലക്ഷം കോടി കിലോമീറ്റർ. 1 കൊല്ലം കൊണ്ട് 10 ലക്ഷം കോടി കിലോമീറ്റർ സഞ്ചരിക്കും. ഇത് സാധാരണ നമ്മളെ ശാസ്ത്ര ബുക്കുകളിലൊക്കെ ഉണ്ടാകുക, അതായത് 9.46 ട്രില്യൺ അല്ലെങ്കിൽ 9460 ബില്യൺ കിലോമീറ്റർ. അത് നമ്മൾ കോടിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് 10 ലക്ഷം കോടിയുടെ അടുത്ത് കിലോമീറ്ററാണ് 1 കൊല്ലം പ്രകാശം സഞ്ചരിക്കുക. ഏറ്റവും അടുത്ത നക്ഷത്രത്തിലേക്ക് എത്താൻ 4 വർഷം വേണം. അൽഫ സെഞ്ചുറി എന്ന നക്ഷത്ര കുടുംബത്തിൽ 4 വർഷം സഞ്ചരിച്ചാലേ അവിടെ എത്തുള്ളൂ. ഇപ്പം ഏറ്റവും അവസാനം ഈ കാണുന്ന നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതി എത്രയെന്ന് പറയുന്നത് ഏതാണ്ട് 1400 കോടി പ്രകാശവർഷം, 13.5 ബില്യൺ ലൈറ്റ് ഇയർ. അത്രയും അകലെയാണ് സത്യത്തിൽ ഇതിപ്പോൾ കണ്ടെത്തിയുള്ള ഈ സാധനം. ഇപ്പം ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്താ അറിയോ, നമുക്ക് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഈ മാത്തമാറ്റിക്സ് പഠിക്കുന്ന, ശാസ്ത്രം പഠിക്കുന്ന, ഫിസിക്സൊക്കെ പഠിക്കുന്ന കുട്ടികൾ വളരെ സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയമാണിത്. അവസാനം ഇതൊക്കെ ഈ പറഞ്ഞ ടെലസ്കോപ്പുകൾ, ഓപ്റ്റിക്കൽ ടെലസ്കോപ്പും അതുപോലെ തന്നെ റേഡിയോ ടെലസ്കോപ്പൊക്കെ ഉപയോഗിച്ച് നിരാശരായ ശാസ്ത്രം, അത് വലിയൊരു ലേഖനമുണ്ട് ശരിക്കും അതിനെപ്പറ്റി ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഞാൻ അതിൻ്റെ ഒരു വാചകം മാത്രം വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നോ സിഗ്നൽ ക്യാൻ ട്രാവൽ ഫാസ്റ്റർ ദാൻ ദ ലൈറ്റ്. പ്രകാശത്തിനേക്കാൾ വേഗതയിൽ ഒരു സിഗ്നലിലും യാത്ര ചെയ്യാൻ കഴിയില്ല. ഹെൻസ് ദർ ഈസ് എ മാക്സിമം ഡിസ്റ്റൻസ് കാൾഡ് പാർട്ടിക്കിൾ ഹൊറൈസോൺ. പാർട്ടിക്കിൾ ഹൊറൈസോൺ എന്ന് പറയുന്ന ഒരു തലമുണ്ട്, ബിയോണ്ട് വിച്ച് നത്തിങ് ക്യാൻ ബി ഡിറ്റക്റ്റഡ്. ആ പാർട്ടിക്കിൾ ഹൊറൈസോണിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം അതിൽ നിന്നുള്ള ഒരു റേഡിയേഷനോ പ്രകാശമോ ഭൂമിക്ക് എത്തിയിട്ട് വേണ്ട കണ്ടെത്തണമെങ്കിൽ, അതുവരെ ഭൂമിക്ക് എത്തിയിട്ടില്ല. അപ്പം അത്ര വിശാലമായ ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചം സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു കുറിച്ചാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഈ മനുഷ്യന്മാർ അഹങ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. പടച്ചോനല്ല എന്നൊക്കെ പറയുന്നു. സത്യം പറഞ്ഞാൽ അവരെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ പുച്ഛം തോന്നും. അത്ര നിസ്സാരന്മാരാണ് ഇവർ. ഖുർആനിൽ അനേകം സ്ഥലങ്ങളിൽ പറയുന്നുണ്ടൊക്കെ ഈ സൃഷ്ടിപ്പ് യുബ്ദിഉ വയുഈദു എന്ന് പറയുന്ന ഉപയോഗിക്കുന്നുണ്ട്. യുബ്ദിഉ വയുഈദു, അത് ആരംഭിക്കുകയും പിന്നെ ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇപ്പം
അപ്പോൾ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള എന്താണ് ശരിക്ക് 6 ഘട്ടങ്ങളിലായല്ലേ ആകാശവും ഭൂമിയും അള്ളാഹു സൃഷ്ടിച്ചു. 6 ഘട്ടങ്ങളിലായി. 6 ദിവസം എന്നാ യൗമ് എന്നുള്ള പദ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആ 6 ദിവസമായി സൃഷ്ടിച്ച ഈ സാധനം നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, പെർമനൻ്റായിട്ട് ഈ സൃഷ്ടിപ്പട പൂർത്തിയായി എന്നാണോ? അല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചോളം പൂർത്തിയായി. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്നും നക്ഷത്രങ്ങൾ കെട്ടുകൊണ്ടിരിക്കുന്നതിന് പുതിയ നക്ഷത്രം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പഴയതിങ്ങനെ കെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു കാലത്ത് നമ്മളുടെ സൂര്യനും അണഞ്ഞു പോകും. അപ്പോഴാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ലോകാവസാനം എന്ന് പറയുന്നത്. അപ്പം യുദ്ധിയു വയുഴീതു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഡോക്ടർമാരോട് ചോദിച്ചു നോക്കണം. നമ്മുടെ ശരീരശാസ്ത്രപ്രകാരം എന്തെല്ലാമാണ് അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിരിക്കും നമ്മുടെ ശരീരത്തിൽ. നമ്മുടെ ഓരോരുത്തരുടെയും വായക്കകത്ത് നമുക്ക് കാണാൻ പറ്റാത്ത സൂക്ഷ്മാണു ജീവികളുടെ എണ്ണം ഏതാണ്ട് 700 കോടിയിലധികം വരുന്നവർ. ആരാണ് ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്? നമ്മളറിയാതെ ഇപ്പോൾ നമ്മൾ അഹങ്കാരികളായ ദൈവനിഷേധികൾ അവരുടെ വായക്കകത്തുണ്ടാവും 700 കോടിയിലധികം ഈ സൂക്ഷ്മാണു ജീവികൾ. ആരാ അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കണത്? നമ്മളുടെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നല്ല അവ കഴിക്കുന്നത്. നമ്മൾ അറിയുന്നുണ്ടോ? അവ അവിടെ പെറ്റ് പെരുകുന്നു. നമ്മളാരെയും അറിയുന്നുണ്ടോ? നമ്മളൊന്നും അറിയില്ല. അപ്പം അത്ര രീതിയിൽ അള്ളാഹു നമ്മെ നിരീക്ഷിക്കുകയും നമ്മിൽ ഇത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടില്ലാത്തത് തന്നെ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ നിക്ഷേപിച്ചു വച്ചിട്ടുണ്ട്. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇത്രയും പറഞ്ഞ എന്താണെന്ന് പറയാൻ, നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും ജനിച്ചത് മുതൽ മരിക്കുന്നവരേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ റെക്കോർഡാണ് നമുക്ക് അന്ത്യനാളിൽ രേഖയായിട്ട് നമുക്ക് നൽകപ്പെടുക. പലരും വിചാരിക്കുന്നതാണ് എങ്ങനെ അതൊക്കെ റെക്കോർഡ് ചെയ്യുക. അതിൻ്റെ ഉദാഹരണം തന്നെ ഞാൻ പറഞ്ഞത്, നമ്മൾ വിചാരിക്കാത്ത നമ്മുടെ വായിക്കകത്ത് ഇത്ര കോടി സൂക്ഷ്മാണുക്കളെ വളർത്താൻ അള്ളാഹുവിന് കഴിയുമെങ്കിൽ ഇത് റെക്കോർഡ് ചെയ്യാനോ വല്ല പ്രയാസം. ഇപ്പം എനിക്ക് എൻ്റെ മാന്യ പ്രത്യേകിച്ച് യുവതികളോടും യുവാക്കളോടും പറയാനുള്ളത്, നിങ്ങൾ പരിശുദ്ധ ഖുർആനെ പറ്റി പഠിക്കുക, അത് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഈ സതിദ്വമം, ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ സെമിനാറും ഈ ഖുർആൻ പഠനവും നാളെ അള്ളാഹുവിൻ്റെ മഹത്തായ പ്രതിഫലം നമുക്ക് ലഭിക്കുവാൻ ഉതകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.